ബി-ദേവ് ട്രംപറ്റ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നമ്മൾ 4 ക്വിക്ക് മാർച്ച് പാട്ടുകൾ പഠിച്ചു. മറൈൻ മാർച്ച്, ടൗൺ ഓഫ് മാർച്ച്, കേണൽ ബോഗി, പിന്നെ വിജയ് ഭാരത്. അപ്പോൾ 4 പാട്ട് നമ്മൾ പഠിച്ചു. പിന്നെ ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലാൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും മാർച്ച് പാസ്റ്റുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു സിനിമ പാട്ട് പഠിപ്പിക്കണം എന്ന് നമ്മുടെ ഒരു ഫോളോവർ പറഞ്ഞതുകൊണ്ട് KGFലെ മെഹബൂബ എന്ന പാട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ആ പാട്ട് ഞാൻ വായിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന മെഹബൂബ G മേജർ സ്കെയിലിലാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ാമത്തെ ഒക്ടേവിലെ 2ാമത്തെ നോട്ട് സാ ജി വരെ ഇത് പോവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചുണ്ട് ടൈറ്റ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഞാൻ തരുന്ന നോട്ടിനെ നിങ്ങൾ ഒരു നോട്ട് താഴ്ത്തി എഴുതുക. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ നോട്ട് പായാണെങ്കിൽ നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക, മായാക്കി മാറ്റുക. അതേപോലെ എല്ലാ നോട്ടും ഒരു നോട്ട് താഴ്ത്തി എഴുതി നിങ്ങൾ വായിച്ച് നോക്കുക. ആദ്യം ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഓക്കെ, അപ്പോൾ എല്ലാവരും പാട്ട് കേട്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നോട്ട് നമുക്കിത് 2 സ്റ്റാൻസും ഒരു ബിറ്റും പിന്നെ നമ്മുടെ പല്ലവി. ഓക്കെ, അപ്പോൾ മൊത്തം 4 സെറ്റ് നോട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ആദ്യം ഞാൻ എൻ്റെ മലയാളം നോട്ട് ഞാൻ ഒന്ന് പാടി കേൾപ്പിച്ചു തരാം. ഓക്കെ, ദാ നി സരി നീ സ നി ദ പ ദാ നി സരി നീ ദാ നി സരി നീ ദ നി ദ പ ദാ. ഒന്നും കൂടി ശ്രദ്ധിച്ചേക്കാം. ദാ നി സരി നീ സ നി ദ പ ദാ നി സരി നീ ദാ നി സരി നീ സ നി ദ പ ദാ. ഓക്കെ, നമുക്കപ്പോൾ അത് മുതൽ ഐശ്വര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, റെഡി. ആദ്യത്തിലോട്ട് ദാ
അപ്പോൾ അത് കറക്റ്റായിട്ട് വായിക്കുക. ദാ നി സരി നീ നോക്കിക്കോളൂ. ഞാൻ ഒന്നും കൂടി കീ വായിച്ച് കേൾപ്പിച്ചു തരാം. ദാ നി സരി നീ നോക്കിക്കോളൂ. എന്നിട്ട് സ നി ദ പ. ഓക്കെ, സ നി ദ പ. അത്ര ഒരുമിച്ച് ദാ നി സരി നീ സ നി ദ പ നോക്കിക്കോളൂ. ഓക്കെ, ഇത് 2 തവണ വായിക്കാം. ഓക്കെ, ഇത്രയും വായിച്ചതിന് ശേഷം വീണ്ടും ആദ്യം വായിച്ച ദാ നി സരി നീ സ നി ദ പ ദാ. ഓക്കെ, അപ്പോൾ അത്ര ഞാൻ ഒരുമിച്ചൊന്ന് വായിച്ചു തരാം. അത് വായിച്ചു തീരുന്നത് സ നി ദ പ ദ. നമ്മൾ ആദ്യം വായിച്ചത് സ നി ദ പ, അവസാനം വായിച്ചത് സ നി ദ പ ദ. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റാൻസ് പഠിക്കാം. ഓക്കെ, നീ എൻ സല്ലാപം, നീ എൻ ആ സംഭവം. സ നി ദ പ ദ നീ സ നി ദ പ ദ. ഇത് എളുപ്പമാണ്, കാരണം സ നി ദ പ ദ നീ സ നി ദ പ ദ. ഓക്കെ, നോക്കിക്കോളൂ. ഞാൻ ആദ്യം പഠിപ്പിച്ച 4 പാട്ട് കൃത്യമായിട്ട് വായിക്കുന്നവർക്ക് ഇത് എളുപ്പം വായിച്ചെടുക്കാൻ പറ്റും. നോക്കിക്കോളൂ. സ നി ദ പ ദ നീ സ നി ദ പ ദ. ഒന്ന് നീട്ടണം ഇടയ്ക്ക്, ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, ഒന്നും കൂടി വായിക്കാം. 1 2 3 4. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ നി ദ പ ദ ദ പ ദ നി ദ നി സ ദ സ നി ദ പ ദ ദ പ ദ നി ദ നി സ ദ. നോക്കിക്കോളൂ. ദ എന്നിട്ട് വീണ്ടും ദ എടുത്തു വായിക്കാം. പദനി. ഓക്കെ, പദനി. അടുത്ത് ധനിസ. ഒന്നും കൂടി. പദനി ധനിസ. എന്നിട്ട് വീണ്ടും ദ. പദനി ധനിസ ദ. ഓക്കെ ഓക്കെ. സ നി ദ പ ദ നീ സ നി ദ പ ദ സ നി ദ പ ദ ദ പ ദ നി ദ നി സ ദ. ഓക്കെ, നിങ്ങൾക്ക് പാടായിട്ട് തോന്നും എങ്കിലും നിങ്ങളൊന്ന് എൻ്റെ കൂടെ ഒന്ന് വായിച്ചു നോക്കും. ഓക്കെ, ഒരു 1 2 3 4. ഓക്കെ, ഇനി മോളിലത്തെ സായാണ്. സ സാരി സ സ സാരി സ. നോക്കോളൂ. ഓക്കെ, സ സാരി സ വായിച്ചോളൂ. എന്നിട്ട് സ സാരി സ നീത പാദ സ സാരി സ നീത പാദ.
സാ സാ രി സ നീ ദ പ ദ. അടുത്ത് ദ പദ നീ ധ നി സ നീ, ദ പദ നീ ധ നി സ നീ. നമ്മൾ നേരത്തെ വായിച്ചു തന്നെ. ഓക്കെ, ദ പദ നീ ധ നി സ നീ. ഓക്കെ, എന്നിട്ട് ആ നീ ഇനിയാണ് പ്രധാന ഭാഗം. മെഹബൂബ, ആ പാട്ട്. പദനീത സാനിത പദ സാനി. നോക്കിക്കോളൂ, ആദ്യം പദനീത, പദനീത. അടുത്ത് സാനിത പദസാനി, പദസാനി. എന്നിട്ട് വീണ്ടും പദനീസ, എന്നിട്ട് സാനിത പദദാദ. അപ്പൊ ഇത്ര ഒരുമിച്ച് വായിക്കാം. പദനീസ സാനിത പദസാനി, പദനീസ സാനിത പദദാദ. വായിക്കാം. 1 2 3 4. ഓക്കെ, വായിച്ചല്ലോ. അപ്പോൾ ഇനി ഒരു സ്റ്റാൻസും കൂടിയുണ്ട്. അതിന്റെ 2 വരി മാത്രമേ ഉള്ളൂ, 2 വരി. ബാക്കി നമ്മൾ നേരത്തെ പഠിച്ച പാട്ടിന് നമുക്ക് പെട്ടെന്ന് പോകും. അടുത്ത ദാ ദാ പ ദാ ദാ നി. നോക്കിക്കോളൂ, ദാ ദാ പ ദാ ദാ നി. അടുത്ത സാ സാ രി സാ. ആ മുകളിലത്തെ സായാണ്, രിയും ആ സാ കഴിഞ്ഞിട്ടുള്ള രിയാണ്. അപ്പൊ ചുണ്ട് ടൈറ്റ് ചെയ്ത് സാ സാ രി സാ. ഓക്കെ, ഇനി അത്ര ഒരുമിച്ച് വായിക്കാം. ദാ ദാ പ ദാ ദാ നി സാ സാ രി സാ. അടുത്ത രി രി സാ, മുകളിലത്തെ രിയാണ്, രി രി സാ. ഓക്കെ, രി രി സാ. നീ നീ ധ നീ. എങ്ങനെ? നീ നീ ധ നീ. എന്നിട്ട് നമ്മൾ ആദ്യം പഠിച്ച സ്റ്റാൻസിന്റെ മൂന്നാമത്തെ സാ സാരി സ നീ ദ പാദ ദ പദനി ധനി സ നീ ദ സാ സാരി സ നീ ദ പാദ ദ പദനി ധനി സ നീ. നമ്മൾ നേരത്തെ പഠിച്ച അത് തന്നെ വീണ്ടും നോക്കിക്കോളൂ. വീണ്ടും മെഹബൂബ. ഓക്കെ, അപ്പോൾ ഇത് മുഴുവനും നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ബീദേ ട്രംപറ്റ് ട്യൂട്ടോറിയൽസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് കൂടെ വായിക്കാം.
അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം.